കഠിനമായ പ്രദേശം, ചക്രവാളത്തോളം നീണ്ടുകിടക്കുന്ന വരണ്ട ഭൂമി. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ തുർക്കാന എന്ന ഈ പ്രദേശം പ്രകൃതിയുടെ ഒരു പരീക്ഷണശാലയാണ്. പകലുകളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനും മിനിറ്റുകൾക്കുള്ളിൽ തളർന്നു പോകും. എന്നാൽ ഈ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിനെ തങ്ങളുടെ തറവാടായി സ്ഥിരീകരിച്ച ഒരു ജനതയുണ്ട്, തുർക്കാന ഇടയന്മാർ. ലോകത്തെ അമ്പരിപ്പിക്കുന്ന ഇവരുടെ അതിജീവനത്തിന്റെ കഥ ഏതൊരു സയൻസ് ഫിക്ഷൻ സിനിമയെയും വെല്ലുന്നതാണ്. ജലാംശമില്ലാതെ ഏതാനും ദിവസങ്ങൾ പോലും അതിജീവിക്കാൻ മനുഷ്യ ശരീരത്തിന് സാധിക്കില്ല എന്നിരിക്കെ തുർക്കാനക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്നത് ഗവേഷകരെ കുഴയ്ക്കുന്ന ചോദ്യമായിരുന്നു. ഇവർ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നുള്ള പാൽ, മാംസ്യം എന്നിവയ്ക്ക് പുറമെ കടുത്ത വേനൽ സമയങ്ങളിൽ മൃഗങ്ങളുടെ രക്തം വരെ ഇവർ ആഹാരമാക്കുന്നു. കേൾക്കുമ്പോൾ അസ്വാഭാവികമായി തോന്നുമെങ്കിലും കടുത്ത ചൂടിൽ ശരീരത്തിന് ആവശ്യമായ ലവണങ്ങളും ദ്രാവകങ്ങളും പ്രോട്ടീനും നൽകാൻ ഈ രക്തപാനം അവരെ സഹായിക്കുന്നു. ജീവിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് ചെറിയ അളവിൽ രക്തമെടുത്ത് പാലിൽ കലർത്തി കുടിക്കുന്ന രീതി ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. തുർക്കാന ജനതയുടെ ഈ അതിജീവനം കേവലം ശീലത്തിന്റെ മാത്രമല്ല, മറിച്ച് അവരുടെ ശരീരത്തിൽ സംഭവിച്ച ജനിതകമായ പരിണാമമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ തുടരുന്ന കഠിനമായ വരൾച്ചയെ അതിജീവിക്കാൻ അവരുടെ വൃക്കകൾ പ്രത്യേക രീതിയിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. സാധാരണ മനുഷ്യരിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ അവയവങ്ങൾ പണിമുടക്കും. എന്നാൽ തുർക്കാനക്കാരുടെ വൃക്കകൾ വളരെ കാര്യക്ഷമമായി വെള്ളം സംഭരിക്കുകയും മൂത്രത്തെ കൂടുതൽ കേന്ദ്രീകൃതമാക്കുകയും ചെയ്യുന്നു. ഇതുവഴി ശരീരത്തിന്റെ ജലനഷ്ടം അവർക്ക് പകുതിയിലധികം കുറയ്ക്കാൻ സാധിക്കുന്നു. ഈ പ്രത്യേക കഴിവിന് പിന്നിൽ STC1 എന്ന ജീൻ നിർണായക പങ്ക് വഹിക്കുന്നതായി ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് ഈ ജീൻ സജീവമാകുകയും വൃക്കകളെ ജലസംരക്ഷണത്തിനായി കൂടുതൽ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. കൂടുതൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഇവരുടെ ഭക്ഷണ രീതി സാധാരണക്കാർക്ക് വൃക്ക രോഗങ്ങൾ ഉണ്ടാക്കുമെങ്കിലും തുർക്കാനക്കാർക്ക് അത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കിയിരുന്നില്ല. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലുണ്ടായ വലിയ വരൾച്ചയിലാണ് ഇത്തരം ഒരു പരിണാമത്തിന് അടിത്തറയിട്ടത്. എന്നാൽ ഈ അതിജീവനത്തിന് മറ്റൊരു വശവുമുണ്ട്. ആധുനിക നഗരങ്ങളിലേക്ക് മാറി താമസിക്കുന്ന തുർക്കാന ജനതയിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു. അതായത് കഠിനമായ മരുഭൂമിയിലെ ജീവിതത്തിനായി രൂപപ്പെട്ട ഇവരുടെ ശരീരം ആധുനിക ഭക്ഷണശൈലിയോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നു. പ്രകൃതിയുടെ കഠിന നിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയ തുർക്കാന ഇടയന്മാർ മനുഷ്യന്റെ അതിജീവന ശേഷിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമായി തുടരുന്നു.